കണ്ണൂർ പറശ്ശിനിക്കടവിലെ സീമ എന്ന വീട്ടമ്മ നല്ലൊരു കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അതിനിടെ 2 വർഷം മുൻപ് ഇവരുടെ ഭർത്താവ് മരിച്ചു. പിന്നീട് അയൽവാസിയായ വിജയനുമായി അടുപ്പത്തിലായി. ഭാര്യയും മക്കളുമുള്ള വിജയനുമായുള്ള സൗഹൃദം വഴിവിട്ട ബന്ധമായി വളർന്നു. സ്വന്തം മക്കളെയും കുടുംബത്തെയും എല്ലാം മറന്ന് ഇരുവരും കൂടുതൽ അടുത്തു. കഴിഞ്ഞ ദിവസം സീമയും വിജയനും ഇടയ്ക്ക് കാണാറുള്ളത് പോലെ പറശ്ശിനിക്കടവിലെ ലോഡ്ജിലെത്തി. വൈകുന്നേരമായപ്പോൾ വിജയൻ ലോഡ്ജിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിലും ഒപ്പം സീമയില്ല. ജീവനക്കാർ മുറിയിലെത്തി പരിശോധിച്ചപ്പോൾ വീട്ടമ്മ മരിച്ച നിലയിൽ. സുഹൃത്തിനെ തേടി അന്വേഷണം നടത്തിയപ്പോൾ അയാൾ മാട്ടൂളിലെത്തി തൂങ്ങി മരിച്ചതായി അറിഞ്ഞു. സീമയുടേത് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ എന്തിനാണ് വിജയൻ ആ കടുംകൈ ചെയ്തതെന്ന് വ്യക്തമല്ല. ബുധനാഴ്ച വൈകുന്നേരമാണ് പറശ്ശിനിക്കടവ് സമ്മർലാൻഡിൻ ലോഡ്ജിലെ 602 നമ്പർ മുറിയിൽ കണ്ണപുരം സ്വദേശിനി സീമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ഇരുവരും ഒന്നിച്ച് ലോഡ്ജിൽ മുറിയെടുത്തതാണ്. എന്നാൽ വൈകുന്നേരം 6 മണിയോടെ വിജയൻ മുറി പുറത്തുനിന്ന് പൂട്ടി കടന്നു കളഞ്ഞു. വിജയൻ തിരിച്ചെത്താത്തതിനാൽ ലോഡ്ജ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് സീമയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വിജയനെ മാട്ടൂലിൽ പുഴയോരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിജയന്റെ മൃതദേഹം. ഇരുവരും അയൽവാസികളാണെന്നാണ് വിവരം. കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവരും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. സീമയുടെ ഭർത്താവ് സുരേഷ് 2 വർഷം മുൻപ് മരിച്ചിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. വിജയനും കുടുംബമുണ്ട്, ഭാര്യയും 2 മക്കളും. സീമയെ കൊലപ്പെടുത്തിയ ശേഷം വിജയൻ ജീവനൊടുക്കിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണമെങ്കിലും മൃതദേഹത്തിൽ പാടുകളോ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളോ ഇല്ല. അതിനാൽ തന്നെ മരണത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സീമയുടേത് കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.